Ginapagladaan kayo ang madalas na nagano kasi na mamiyawit tas na mamadalas. Nalakihan na naman namin din nung naglilawla at nariyat na നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ദയവായി എന്റെ അഭിപ്രായം കേൾക്കുക. കൊറോണയുടെ പിന്നിലുള്ള എന്റെ കഥ എന്താണ് ലക്ഷ്യം? ഭാഗം 1. കൊറോണ വൈറസിനെ ഭയന്ന് ലോകമെമ്പാടുമുള്ള ആളുകളെ തെരുവുകളിൽ നിന്ന് പലായനം ചെയ്യുകയും അവരുടെ വീടുകളിലും താവളങ്ങളിലും കുടുങ്ങുകയും ചെയ്ത ചരിത്രത്തിലെ അഭൂതപൂർവമായ ദുരന്തത്തിന് സമാനമായ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ഒരു വ്യക്തി അമേരിക്കയിൽ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അതായിരുന്നു പ്രഖ്യാപനം: പൊതുശേഖരം എല്ലാ മനുഷ്യരുമായും മടങ്ങിവരില്ല. ജൂൺ ആയതുകൊണ്ട് ലോകം വാക്സിനേറ്റ് ചെയ്യപ്പെടുന്നു. ലോകത്തിലെ ഓരോ മനുഷ്യനും വാക്സിനേഷൻ നൽകുന്നതുവരെ അനുരഞ്ജനം തിരിച്ചുവരില്ല. ഈ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ, ലോകസംഘം അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതല്ല. പകരം ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് പ്രഖ്യാപനം നടത്തിയത്: മിസ്റ്റർ ബിൽ ഗേറ്റ്സ്. കൊറോണയുടെയോ കോവിഡിന്റെയോ വിഷയത്തിൽ ബിൽ ഗേറ്റ്സ് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കുന്നതിനും സത്യപ്രതിജ്ഞാ ഭാഷയിൽ ആധികാരികമായ രീതിയിൽ അത് പ്രഖ്യാപിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് ഗവേഷണം നടത്താം. 1. പഴയതുപോലെ ആളുകൾ ഒത്തുചേരണമെങ്കിൽ ഭൂമിയിലെ ഓരോ മനുഷ്യനും വാക്സിനേഷൻ നൽകണമെന്ന് ബിൽ ഗേറ്റ്സ് പറഞ്ഞു. ബിൽ ഗേറ്റ്സ് പറഞ്ഞതുപോലെ മറ്റൊരു അർത്ഥമുണ്ട്: ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തണമെങ്കിൽ ഏതെങ്കിലും വൈറസ് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ലോകമെമ്പാടും ഒരു രോഗം പടർത്തണം. രോഗം പടരാൻ ഇത് പര്യാപ്തമല്ല. ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് അറിയണം. നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ ലോകമെമ്പാടുമുള്ള ആ പകർച്ചവ്യാധിയെക്കുറിച്ച് സംസാരിക്കണം. ആളുകൾ ഒത്തുചേരുമ്പോൾ രോഗം പടരുകയും അതേസമയം ഇത് വ്യാപകമായി പടരുകയും വേണം. തൽഫലമായി എല്ലായിടത്തും ആളുകളുടെ ഒത്തുചേരൽ ഒഴിവാക്കണം. ജനങ്ങൾ അതിനായി പുറത്തിറങ്ങരുതെന്ന് അതത് സർക്കാരുകൾ പ്രഖ്യാപിക്കണം. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ലോകാരോഗ്യ സംഘടന ഈ രോഗത്തെ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിക്കണം. ഒരു വ്യക്തി കൊല്ലപ്പെടുമ്പോൾ അയാളുടെ അല്ലെങ്കിൽ അവളുടെ കൊലപാതകിയുടെ അന്വേഷണം അയാളുടെ അല്ലെങ്കിൽ അവളുടെ മരണത്തിന്റെ ഗുണഭോക്താവിന്റെ വ്യക്തിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ലോകം ഒരു കൊറോണ ഭയത്തിന്റെ പാതയിലാണ്. ഈ ഭയത്തിന്റെ ഗുണഭോക്താക്കളും വാക്സിനേഷനിലൂടെയും നിർദ്ദിഷ്ട വാക്സിനേഷനിലൂടെയും സമാഹരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ. അതിനാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബിസിനസ്സുകാരനായ ബിൽ ഗേറ്റ്സ് വൈറസുകളുടെയും പ്രതിരോധ കുത്തിവയ്പ്പുകളുടെയും ഈ ലോകത്ത് എന്താണ് ശ്രദ്ധിക്കുന്നതെന്നും അവന്റെ ലാഭം എന്താണെന്നും നോക്കാം. ബിൽ ഗേറ്റും വാക്സിനേഷനും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ ഗൂഗിൾ-ൽ ബിൽ ഗേറ്റ്സ് വാക്സിനേഷൻ ടൈപ്പ് ചെയ്ത് തിരയുക. 2000-ൽ സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമായ ഗാവി വാക്സിൻ അലയൻസ് ഞങ്ങൾ കാണുന്നു. ഗവി ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്, ഒരു ആഗോള വാക്സിൻ അലയൻസ്. ബിൽ ഗേറ്റ്സിന്റെയും ഭാര്യ മെലിൻഡ ഗേറ്റ്സിന്റെയും ഉടമസ്ഥതയിലുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ അണ്ടേഷനാണ് ഗവിഫ ഫൗണ്ടേഷൻ അണ്ടേഷന്റെ പ്രേരകശക്തി. 2015-ൽ വാൾസ്ട്രീറ്റ് ജേണലിൽ മാർച്ചിൽ വന്ന ഒരു ലേഖനത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കൂട്ടായ പുനഃസമാഗമത്തിനായി വാക്സിനേഷൻ നൽകണം എന്ന പ്രസ്താവനയിൽ പറയുന്നു. വാക്സിനേഷൻ എടുക്കാത്ത ഒരാൾ രോഗം പടരുമെന്ന് ഒരു പൊതുധാരണ സൃഷ്ടിക്കുമെന്നും ഞാൻ പറയുന്നു. വാസ്തവത്തിൽ ഇത് ഇന്ന് നടക്കുന്ന ഒരു റിഹേഴ്സലാണ്. ശ്രദ്ധിക്കുക,